ലേണേഴ്സ്, വെൽക്കം ടു സാലം ലേണിംഗ്. അനറ്റമിസ് ആണ്. അപ്പം നമ്മൾ കണ്ടിട്ട് കുറേ കാലമായില്ലേ. 3ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ 4ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലേ. ഈ 3ാം ക്ലാസ്സിൽ നിങ്ങൾ എല്ലാ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് പരീക്ഷ പേപ്പറൊക്കെ ടീച്ചർക്കൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ആ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും നിങ്ങൾ കുറച്ച് മക്കളുടെ മനസ്സിലേക്കെങ്കിലും വരുന്ന ഒരു ചോദ്യം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. എന്തായിരിക്കും? ഞാൻ ഇതൊക്കെ പഠിച്ചതാണല്ലോ, പക്ഷെ എനിക്ക് എന്താ എഴുതാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്താ ഞാൻ മറന്നു പോയത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യണം? 4ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് തരണം ചെയ്യണം. അപ്പം അതിനു വേണ്ടിയുള്ള ചെറിയ ചെറിയ ടിപ്സ്, അതായത് നമ്മുടെ പഠനം ഹൈലി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ മറവിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടുന്നതിന് വേണ്ടിയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആയിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒരു കാര്യം മക്കളോട് ചോദിക്കട്ടെ. നിങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ ഫാമിലീൻ്റെ കൂടെയോ അല്ലെങ്കിൽ ക്ലാസ്സിലോ നിങ്ങളൊരു ടൂർ പോകുന്നു വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നടൻ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മമ്മൂട്ടിൻ്റെയോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെയോ ആരുടെയെങ്കിലും സിനിമയ്ക്ക് പോയി എന്ന് വിചാരിക്കുക. ഇങ്ങനെ സിനിമയ്ക്ക് പോകുന്ന സമയം അല്ലെങ്കിൽ നിങ്ങളൊരു ടൂർ പോകുന്ന സമയം അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതേസമയം കഴിഞ്ഞ പ്രാവശ്യം 3ാം ക്ലാസ്സിൽ EVS സെക്കൻഡ് ചാപ്റ്ററിലോ ഉള്ള ഏതെങ്കിലും ഒരു കാര്യം മിസ് ചോദിച്ചാൽ ചിലപ്പോൾ മക്കൾ അതിന് ഉത്തരം പറയണമെന്നുണ്ടാവില്ല. എന്തായിരിക്കും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്. അതായത് നമ്മൾ ടൂർ പോവുക അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് പോവാന്ന് പറയുമ്പോഴേക്കും നമ്മൾ നല്ല ഇൻട്രസ്റ്റോട് കൂടിയായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷെ ബുക്ക് എടുത്തിട്ട് പേജുകൾ മറിച്ച് നമ്മളത് പഠിക്കാന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരൊറ്റ എയിമേ ഉണ്ടാവുള്ളൂ, നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുക. അതായത് നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ പഠനത്തിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യം സെറ്റാക്കേണ്ട എന്താണ്? നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ടൂർ പോകുന്ന സ്ഥലം ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവും. അതേസമയം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമോ? ഇല്ല. അപ്പം നിങ്ങൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എന്ത് പഠിച്ചാലും നിങ്ങൾ നല്ലോണം ഇമാജിൻ ചെയ്ത്, അതായത് കുറച്ച് കളർഫുള്ളായിട്ട് കുറച്ച് വിഷ്വൽസ് ഒക്കെ ചേർത്തിട്ട് വേണം നിങ്ങൾ മനസ്സിൽ തന്നെ സെറ്റാക്കി വേണം അത് പഠിക്കാൻ. അങ്ങനെ പഠിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ മറന്നു പോവില്ല. ഇനി അതോടൊപ്പം നിങ്ങൾ വീണ്ടും പഠിച്ച് വീണ്ടും മറന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഏറ്റവും വിഷമമുള്ള കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പം എല്ലാ ദിവസവും നിങ്ങൾ ക്ലാസ്സിൽ പോകുന്നു, ഇൻ കേസ് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് 2-3 ദിവസം അടുപ്പിച്ച് ഹോളിഡേ ഒക്കെ വരുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ആ ബുക്ക് ഒരു മൂലയിലേക്ക് മാറ്റി വെച്ച് നിങ്ങൾ ടാറ്റ പറയുകയാണോ വേണ്ടത്? അല്ല, നേരെ മറിച്ച് നിങ്ങൾ ആ ബുക്കുമായിട്ട് ചെറുതായിട്ടൊന്ന് മറച്ചു നോക്കി അതുമായിട്ട് എന്ത് ചെയ്യുക? ഒരു പരിചയം നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും മുൻകൂട്ടി സെറ്റാക്കി വെക്കണം. അതായത് പാഠപുസ്തകങ്ങളുമായി നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വായിച്ച് റിപ്പീറ്റ് ചെയ്ത് അതുമായിട്ട് ഒരു പരിചയം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അത്യാവശ്യം വളരെ വലുപ്പത്തിൽ എഴുതിയിട്ട് നിങ്ങൾ എപ്പോഴും നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പഠനമുറിയിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുക. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ അത് ഫീഡാവും. ഇപ്പം നമ്മുടെ ഈ ചെറിയ ക്ലാസ്സിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരിടേണ്ടി വരുന്ന വേറൊരു പ്രശ്നമാണ് മക്കളെ അക്ഷരത്തെറ്റ്. അപ്പം മക്കളെല്ലാവരും മാക്സിമം നമ്മുടെ ഇംഗ്ലീഷ് ആയിക്കൊള്ളട്ടെ അതുപോലെ തന്നെ നമ്മുടെ മലയാളം ആയിക്കൊള്ളട്ടെ എല്ലാം എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ മാത്സ് ഒക്കെ ആണെങ്കിലും നിങ്ങൾ ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ചുരുക്കി പറയുവാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന നമ്മുടെ റൂം നല്ല ഒന്നാം തരം പഠന അന്തരീക്ഷമാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പം മക്കള് ഇനി 4ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ട് മിസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ ടിപ്സും ഞങ്ങൾ ഉപയോഗിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാം, ഓണം ആയിക്കൊള്ളട്ടെ ക്രിസ്മസ് ആയിക്കൊള്ളട്ടെ, എല്ലാ എക്സാമിനും നമുക്ക് നല്ല മാർക്ക് നേടാൻ പറ്റും. അത് മിസ്സിന് ഉറപ്പാണ്. അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും മിസ്സിൻ്റെ കൂടെ 4ാം ക്ലാസ്സിൽ നമ്മുടെ സായലത്തിൻ്റെ കൂടെ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. നമുക്ക് ഇനിയും മുന്നോട്ടേക്ക് 1 by 1 കുട്ടി ക്ലാസ്സിലൂടെയും കുട്ടി വീഡിയോസിലൂടെയും കാണാം. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.